നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന വളരെ സാധാരണയായിട്ടുള്ള ചില ചിട്ടകൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രായം വല്ലാതെ കൂട്ടുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഈ ഹാബിറ്റുകൾ എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ പോലും പെടുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഇന്നീ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ചിട്ടകൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഹൃദയത്തിന് വരുന്ന കേടുകൾ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹൃദയത്തിന് പ്രായം കൂട്ടുന്ന ഏറ്റവും സാധാരണയായിട്ടുള്ള പ്രശ്നം കുറേ നേരം ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്മോക്കിങ്ങിനെക്കാളും അപകടമാണ് കുറേ നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് ഹൃദയത്തിലെ രക്തോട്ടം കുറക്കുന്നുണ്ട്, ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറേ നേരം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 5-10 മിനിറ്റ് നമ്മൾ ഇരുന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് നടക്കുക. രണ്ടാമത്തെ പ്രശ്നം ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും തുടർച്ചയായിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ 7 മണിക്കൂറോളം ക്വാളിറ്റി സ്ലീപ്പ് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കൂടും, വിട്ടുമാറാത്ത നീർക്കെട്ട് രക്തക്കോലുകൾ ബാധിക്കും. മൂന്നാമത്തെ കാര്യം നമ്മളിൽ പലരും അറിയില്ല, ശ്രദ്ധിക്കില്ല. അതെന്താണ്? ടൂത്ത് ബ്രഷിന്റെ ഉപയോഗമാണ്. ടൂത്ത് ബ്രഷിന്റെ ഉപയോഗം എങ്ങനെയാണ് ഹാർട്ടിന് കേടാവുക എന്നുള്ളതല്ലേ. നമ്മളിൽ പലരും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫോഴ്സിൽ ബ്രഷ് ചെയ്യും. ഇത് മോണകൾക്ക് കാലക്രമേണ കേടുകൾ ഉണ്ടാകും. മോണയ്ക്ക് കേടുവരിക, മോണയ്ക്ക് അസുഖം വരികയാണെങ്കിൽ പലപ്പോഴും വായിലുള്ള കീടാണുക്കൾ രക്തം വഴി ശരീരത്തിലെ രക്തക്കോലുകളിൽ നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട്. പതുക്കെ ഹാർട്ടിന് ബ്ലോക്കിന് വരെ സാധ്യതയുണ്ട്. ഹാർട്ടിലെ വാൽവുകൾക്ക് പഴുപ്പ് വരാനും സാധ്യത. അതുകൊണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് കഴിയുന്നതും ഉപയോഗിക്കാതെ. നാലാമത്തെ കാര്യം, നമ്മളിൽ പലരും സ്ട്രെസ്സിനെ കുറിച്ച് അധികം വറീഡല്ല. എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും, ജോലി സംബന്ധമായിട്ടോ അല്ലാതെയൊക്കെ. ഇത് സ്ഥിരമായിട്ട് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്തക്കോലുകളിൽ അഥീറോസ്ക്ലിറോസിസ് കൂട്ടും, ഹാർട്ടിൽ ബ്ലോക്ക് വരാനൊക്കെ ഉള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ഇതിനെന്താണ് ചെയ്യുക? നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻവോൾവ് ആവുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, സ്ട്രെസ്സിനെ പരമാവധി നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിൽ ആർക്കെങ്കിലും ഹൃദയാരോഗ്യം സംരക്ഷിക്കണം എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചിട്ടകൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുക.